أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن كادوا ليفتنونك عن الذي أوحينا إليك لتفتري علينا غيره وإذا لاتخذوك خليلا ولولا أن ثبتناك لقد كدت تركن إليهم شيئا قليلا إذا لأذقناك ضعف الحياة وضعف الممات ثم لا تجد لك علينا نصيرا. സമാദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, മാന്യ സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളും ശാസനകളും ജീവിതത്തിൽ പകർത്തി ധർമ്മനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ആദ്യമേ ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയും ചെയ്യുന്നു. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ എന്ന് എല്ലാ ഖുതുബകളിലും ആമുഖമായി നമ്മൾ കേൾക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിതത്തിൻ്റെ സർവ്വതലങ്ങളിലും ആദർശം കൈവടിയാതെയും വിശ്വാസരംഗത്ത് ചാഞ്ചല്യമില്ലാതെയും ആദർശനിഷ്ഠയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് 2-3 ഖുതുബകളിൽ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. വിഷയത്തിൻ്റെ പൂർത്തീകരണവുമായി ബന്ധപ്പെട്ട് 1-2 കാര്യങ്ങൾ കൂടി ഉണർത്തി ആ വിഷയം നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. വിശ്വാസി പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയാണ് യാ മുസർരിഫൽ ഖുലൂബി സർരിഫ് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവേ, എൻ്റെ മനസ്സിനെ, ഖൽബിനെ എപ്പോഴും നിൻ്റെ ദീനിലൂടെ നീ തിരിച്ചുവിടണം. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക് എന്നും ഹദീസിൽ പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനകളാണ്. പകലുകളിൽ ജീവിതത്തിൻ്റെ അവസ്ഥാന്തരങ്ങളിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദങ്ങളിൽ വിശ്വാസരംഗത്ത് നിന്ന് വിശ്വാസി വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന പാഠമാണ് ഇതൊക്കെ നമുക്ക് നൽകുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ ആലു ഇംറാനിലെ 147-ാമത്തെ വചനം വിശദീകരിച്ചപ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ കേട്ടത് പ്രവാചക പുങ്കവന്മാർ പലരും മുമ്പും കഴിഞ്ഞുപോയിട്ടുണ്ട്. ആ പ്രവാചകന്മാർക്കൊക്കെയും പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. അചഞ്ചലമായ വിശ്വാസത്തിൻ്റെ കരുത്തുകൊണ്ട് പ്രവാചക പുങ്കവന്മാർ പരീക്ഷണ വിധേയരായ തൻ്റെ അനുചരന്മാരെ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ പ്രേരിപ്പിക്കുകയും അങ്ങനെ ആ പ്രവാചകന്മാരുടെ അനുചരന്മാർ, അവർക്ക് റിബ്ബിയൂൻ എന്നാണ് വിശുദ്ധ ഖുർആൻ പേര് വിളിച്ചത്, അത്തരം പ്രവാചകന്മാരെ സന്തോഷ സന്താപങ്ങളിലും അതുപോലെ തന്നെ പ്രയാസങ്ങളുടെ വിവിധ ഘട്ടങ്ങളിലുമൊക്കെ യാതൊരു ചാഞ്ചല്യവുമില്ലാതെ പിന്തുടർന്ന ആ വിശ്വാസി സമൂഹം അത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ അവരുടെ വിശ്വാസം കൈവടിഞ്ഞില്ല. وما كان قولهم إلا أن قالوا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين
ഈ സന്ദർഭത്തിലും അവർ പ്രാർത്ഥിച്ചത് അവരിൽ നിന്ന് എന്തെങ്കിലും അബദ്ധം അല്ലെങ്കിൽ പരിപക്വമല്ലാത്ത വല്ല പ്രവർത്തനവും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ ഞങ്ങൾക്കത് നീ പുറത്തു തരണമെന്നായിരുന്നു. കൂട്ടത്തിൽ അവർ പ്രാർത്ഥിച്ചത് വസബ്ബിത്ത് അഖ്ദാമന, ഞങ്ങളുടെ പാദങ്ങളെ ഈ വിശ്വാസത്തിലും ഈ കർമ്മഭീതിയിലും ഈ സിറാത്തുൽ മുസ്തഖീമിലും ഞങ്ങളെ നീ പിടിച്ചു നിർത്തണം, ഞങ്ങൾക്ക് നീ ഉറപ്പിച്ചു തരണമേ എന്നായിരുന്നു. സൂറത്തുൽ അഹ്സാബിന്റെ ചില ആയത്തുകൾ നമ്മൾ കേൾക്കുന്നുണ്ടായി. ആ അഹ്സാബിന്റെ പശ്ചാത്തലവും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ശുദ്ധ ഖുർആനിലെ പല സ്ഥലങ്ങളിൽ ജസീറത്തുൽ അറബിലെ മുഴുവൻ സഖ്യ ഘടക കക്ഷികളും വന്ന് വിശ്വാസി സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി ഒരുങ്ങിയപ്പോൾ സായുധ സമരം കൊണ്ട്, ആൾബലം കൊണ്ട്, മറ്റേതെങ്കിലും തരത്തിൽ അവരെ പ്രതിരോധിക്കാൻ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിലാണ് പേർഷ്യയിൽ നിന്ന് വന്ന യുദ്ധതന്ത്രജ്ഞനായിരുന്ന സ്വഹാബി വര്യൻ സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു അവർക്കൊരു യുദ്ധതന്ത്രം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, നമുക്ക് ഇത്തരം ഒരു ഘട്ടത്തിൽ മദീനക്ക് ചുറ്റും കിടങ്ങ് കീറിയിട്ട് അതിനുള്ളിൽ നമ്മൾ നിൽക്കുകയും പുറത്തുനിന്ന് വരുന്നവരെ നമ്മൾ ഒന്നിച്ച് പ്രതിരോധിക്കുകയും ചെയ്യുകയല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3000-ഓളം വരുന്ന അനുചരന്മാരെ ഒരുമിച്ചു കൂട്ടി അവരോട് കിടങ്ങ് കീറാൻ ആവശ്യപ്പെട്ടു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് ചെയ്തു. എല്ലാ സഖ്യകക്ഷികളും കൂടെ മുസ്ലിമീങ്ങളെ വിഴുങ്ങാൻ പറ്റിയ പാകത്തിൽ വന്നപ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവരുടെ കണ്ണുകൾ വല്ലാതെ അന്താളിച്ചു പോകുന്ന രൂപത്തിലാണ് 10,000-ത്തിലധികം വരുന്ന സൈന്യം മദീനക്ക് ചുറ്റും മുസ്ലിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ വന്നത്. അവർ സായുധരായിരുന്നു, സുസജ്ജരായിരുന്നു, പക്ഷേ വിശ്വാസികളായിരുന്നില്ല. അതാണ് ആ വിശ്വാസത്തിൻ്റെ ദൗർബല്യം അവരെ വല്ലാതെ സ്വാധീനിച്ചു, അത് അവരെ വല്ലാതെ പരീക്ഷിച്ചു. അവർ തമ്മിൽ തന്നെ സ്വന്തം തടി കാക്കാൻ എന്ത് മാർഗം എന്നതിനെക്കുറിച്ച് ഓരോ ഗോത്രക്കാരും ആലോചിച്ചു കൊണ്ടിരുന്നു. കടുത്ത കാറ്റും അതുപോലെ തന്നെ തണുപ്പും വന്നപ്പോൾ അവർക്ക് തോന്നി വിറങ്ങലിച്ച് ജീവൻ പോണീനേക്കാൾ നല്ലത് ഇവിടുന്ന് തടി ഇരിക്കുകയാണ്. ഈ മുസ്ലിമീങ്ങളെ, പാവം മുസ്ലിമീങ്ങളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യേണ്ട ബാധ്യതയൊന്നും ഇപ്പം അമ്മക്ക് അല്ലേ നമ്മളെ തടി കാക്കുകയാണ് എന്നൊരു തോന്നല്. കുറച്ചാൾക്കാർ അങ്ങനെ പോകാൻ തുടങ്ങി. ആരെങ്കിലുമൊക്കെ ധൈര്യം സംഭരിച്ച് കിടങ്ങി ചാടിക്കിടക്കാൻ നോക്കുമ്പോൾ അവരെ മുസ്ലിമീങ്ങൾ ഒന്നായിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അവർ കല്ലുകളൊക്കെ പെറുക്കി ശേഖരിച്ചു വെച്ചിരുന്നു. അഹ്സാബ് യുദ്ധം ഒരുപാട് പാഠങ്ങൾ നമുക്ക് നൽകുന്നതാണ്. അതിൻ്റെ ഒരു രത്നച്ചുരുക്കം അള്ള പഠിപ്പിച്ചിരുന്നത് വലമ്മാ റഅൽ മുഅ്മിനൂനൽ അഹ്സാബ് ഖാലൂ ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു വസദഖല്ലാഹു വറസൂലുഹു വമാ സഅദഹും ഇല്ലാ ഈമാനൻ വതസ്ലീമാ. എവിടെ നോക്കിയാലും സൈന്യം, മുകളിലും താഴെയും ഇടതും വലതും. അത്തരം ഒരു ഘട്ടങ്ങളിൽ വിശ്വാസികൾ ആ സഖ്യകക്ഷികളെ കൺമുഴുക്ക കണ്ടപ്പോ ഖാലൂ ഹാദാ മാ വഅദനല്ലാഹു വറസൂലുഹു, അല്ലാഹുവും അവന്റെ ദൂതരും നമ്മളോട് വാഗ്ദത്തം ചെയ്തതാണിത്. ആരാണോ ഈ ശത്രു സഞ്ചയത്തോട് പോരാടി വിജയം വരിക്കുന്നത് അവർക്ക് സ്വർഗമുണ്ടെന്നല്ല പറഞ്ഞിട്ടുണ്ട്. അവരോട് പോരാടണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വാഗ്ദത്തമാണിത്. അങ്ങനെ വസദഖല്ലാഹു വറസൂലുഹു, അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മളോട് പറഞ്ഞത് സത്യമത്രേ. ഇത് ഈ ഒരു അവസ്ഥ വമാ സാദഹും ഇല്ലാ ഈമാനം വതസ്ലീമ, അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനക്ക് പൂർണ്ണമായും കീഴ്പ്പെടാനും
വിശ്വാസം വർദ്ധിക്കാനും മാത്രമാണ് വിശ്വാസികളെ പ്രേരിപ്പിച്ചത്. അവര് ഭയചകിതരായില്ല എന്നർത്ഥം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ എമ്പാടും പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടായിട്ടുണ്ട്. വിശ്വാസത്തിലെ ആ സ്ഥൈര്യത ശത്രുക്കൾ പോലും സമ്മതിച്ചു. വിശ്വാസികളുടെയും അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതുമായി ബന്ധപ്പെട്ട പാഠങ്ങൾ നമ്മളെ പഠിപ്പിച്ചതാണ് ഖുത്ബയുടെ ആദ്യത്തിൽ നമ്മൾ കേട്ട 1-2 ആയത്തുകൾ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പലതരത്തിൽ പ്രലോഭിച്ചുകൊണ്ടിരുന്നു. അവസാനം അവർ പറഞ്ഞു, നമ്മൾ തമ്മിൽ ഐക്യപ്പെടാവുന്ന മേഖലയിലൊക്കെ നമുക്ക് ഐക്യപ്പെടാം. നീ പറയുന്നതാണ് സത്യം എന്നുണ്ടെങ്കിൽ അത് പുലരട്ടെ. ചിലപ്പോൾ ഞങ്ങൾ പറയുന്നതാണ് സത്യം എന്നുണ്ടെങ്കിലോ അതിലൊന്ന് സഹകരിച്ചുകൂടെ? ഇത്രേ അവർ പറഞ്ഞുള്ളൂ. ഞങ്ങളുടെ ആ ദിവ്യ ആരാധ്യ പുരുഷന്മാരെ ഞങ്ങളവിടെ എടുപ്പും തൽക്കൊക്കെ ഒന്ന് വെച്ചിട്ടുണ്ട്. ആ ആരാധ്യ വസ്തുക്കളെ കാണുമ്പോൾ ഈ സുജൂദ് ചെയ്യണമെന്നില്ല, അവയോട് പ്രാർത്ഥിക്കണമെന്നില്ല, എന്നാലും ഒന്ന് വിഷ് ചെയ്യണതിന് കുഴപ്പമില്ലല്ലോ. നമ്മളാൾക്കാർ തന്നെയാണ് അവിടെ ഇരുന്നോളി എന്നുള്ള നിലക്കൊന്നും ഇങ്ങനെ പോയാൽ. അങ്ങനെയൊക്കെയാണല്ലോ പലപ്പോഴും ശിർക്കിനെ വെള്ള പൂശാൻ ശ്രമിക്കാറുള്ളത്. നമ്മളെ നാട്ടിലും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ലേശം തൗഹീദ് അങ്ങോട്ടും കൊടുക്കുക, ഒരുപാട് ശിർക്ക് ഇങ്ങോട്ടും തിന്നുക, ആ നീർച്ചച്ചോറിലൊന്ന് കയ്യിട്ട് വാരുക. അതൊരു എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള സംഗതിയല്ലേ. അപ്പോഴാണ് നമുക്ക് അരിനോടും അന്നത്തോടും വറ്റിനോടും ഒക്കെ ഉള്ള വല്ലാത്തൊരു റെസ്പെക്റ്റ്. ഒന്നുമില്ലെങ്കിൽ അന്നല്ലേ എന്നാ. അതൊരു ശിർക്കല്ലേന്ന് ഒരിക്കലും ഇബ്ലീസ് തോന്നിക്കൂല. ഒരു ഇബ്ലീസും അങ്ങനോട്ട് പറഞ്ഞു കൊടുക്കൂല. പിന്നെ എല്ലാവരും പറഞ്ഞു കൊടുക്കുക എന്താണ്? ചോറല്ലേ, ചോറിനിപ്പം എന്ത് ശിർക്ക, ഇറച്ചിയിൽ എന്ത് ശിർക്ക, കുമ്പളങ്ങിയും മറ്റേ വെള്ളരിക്കയും അതുപോലെയുള്ള എല്ലാം കൂടെ ഇട്ടുകാണ്ട് ആ ബിരിയാണി ചെമ്പിലിട്ടുകാണ്ടുള്ള പിന്നെ ഒരു നീർച്ചച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ തിന്നുമ്പോൾ തിന്നുന്നവർക്ക് തോന്നും പഠിച്ചോനെ ഇതൂട്ടൊക്കെ ശിർക്കാന്ന് പറഞ്ഞ ആൾക്കാരൊരു പോയത്തെ ആലോചിച്ച് നോക്കി, എന്തോ ഒരു ടേസ്റ്റുള്ള ചോറാണ്. അവിടെയാണ് പ്രശ്നം. ആ ചോറിൻ്റെ ടേസ്റ്റ് ശിർക്കേറ്റിങ്ങോട്ട് ഒത്തിച്ചേരുന്നില്ല, ശിർക്കാന്ന് പറയാനും തോന്നുന്നില്ല. എങ്ങനെ ഈ ചോറൊക്കെ ഒഴിവാക്കുക? പിന്നെ അതിൻ്റെ ബർക്കത്ത് പറഞ്ഞാൽ തീരൂല. അത് ഉറുമ്പുന്ന ആ ഉറുമ്പ് കഴിച്ചിലായി, കോഴിക്കൊക്കെ കൊടുത്താൽ കോഴിക്കൾ കഴിച്ചിലായി, തിന്ന് എല്ലാവരും കഴിച്ചിലായി. അതുകൊണ്ട് ആ 4 വറ്റിന് വേണ്ടിയിട്ട് മണിക്കൂറുകളോളം ക്യൂ നിൽക്കണ മനുഷ്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. പാൻറ്റും ഈഷർട്ടും ഓൻ്റെയൊക്കെ ആ പേഴ്സണാലിറ്റി ഇങ്ങനെ നമ്മളെ അളക്കൽ ഈ നീർച്ചച്ചോറിന് വരിക്കുമ്പോഴോ പഠിച്ചോലെ ഈ ചെങ്ങായിട്ടൊക്കെ ഇത്ര വലിപ്പമുണ്ടല്ലോ, ഇവനൊക്കെ എന്ത് മനുഷ്യനാണ് എന്ന് നമുക്ക് തോന്നുക. ഓൻ ആ ക്യൂലിങ്ങനെ ഒരു കീസിയും പിടിച്ചിട്ട് 2 എറ്റ് നീർച്ചച്ചോറിന് ക്യൂക്കണ ആലോചിച്ച് നോക്കി നിങ്ങൾ. മനുഷ്യന്മാർ ശിർക്കിൻ്റെ മുമ്പിൽ അങ്ങനെയാണ്. പട്ടി വന്ന് മൂത്രമൊഴിക്കണ കല്ലാണെങ്കിൽ പോലും അവിടെ പോയിട്ട് കുമ്പിടുന്ന മുഅ്മിനീങ്ങളാണെന്ന് വാദിക്കുന്നവർ മുസ്ലിമീങ്ങളെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ പോട്ടെ, അവിടെയൊക്കെ ജാറം തവാഫ് ചെയ്യലാണ്. ബോംബെയിലൊക്കെ പോയാൽ അങ്ങനെ തവാഫ് ചെയ്യുന്ന ഒരുപാട് ഖബറുകൾ നമുക്ക് കാണാൻ പറ്റും. തവാഫ് ചെയ്ത് പിന്നെ തിരിയാൻ പാടില്ല, ഇങ്ങനെ എബൌട്ട് തിരിയാതെ പിന്നിക്ക് ഇങ്ങനെ വന്നിട്ട് ആ പൂജയും മറ്റേ ആ പുഷ്പാർച്ചനയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഹാളിൽ വന്നിരുന്ന് ആ കവാലിയൊക്കെ കേട്ട് അവിടെ കാശൊക്കെ കൊടുത്തിട്ട് പോവുകയാണ്. അവൻ്റെ എല്ലാ ഭക്തിയും വിഭക്തിയും അതുപോലെ തന്നെ എല്ലാം അവിടെ സമർപ്പിച്ചു. ആ റബ്ബിനെ തന്നെ പൂർണ്ണമായും മറന്ന ഒരവസ്ഥ. കാരണം റബ്ബിൻ്റെ സ്ഥാനത്താണ് ഈ ഔലിയ, ഈ വലിയ എന്ന ഒരു തോന്നൽ. ചെറിയ ഒരു രൂപമാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർ പറഞ്ഞത്, ഇതൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ, ഈ കഅബ ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോൾ ഒന്ന് വിഷ് ചെയ്താൽ മതി, നമുക്ക് യോജിക്കാവുന്ന മേഖലകളിലൊക്കെ യോജിക്കാം.
وإن كادوا ليفتنونك عن الذي أوحينا إليك لتفتري علينا غيره. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നൽകിയ ദിവ്യബോധനത്തിന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി ഇത്തരം ശക്തികൾ വന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുർബോധനം നടത്തും. അങ്ങനെ അവരെ പ്രവാചകൻ അനുസരിച്ചാലോ അവര് പ്രവാചകനെ ഒരു ഉച്ചമിത്രമായി ഗണിക്കും. അവർക്ക് സന്തോഷമാവും, ആള് കുഴപ്പക്കാരനല്ല എന്നവർ സർട്ടിഫിക്കറ്റ് തരും. ولولا أن ثبتناك لقد كدت تركن إليهم شيئا قليلا. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിൽ ആ ചെയ്യുന്ന തെറ്റിലേക്ക് ചാഞ്ഞു പോകാതെ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള ഒരു സ്ഥൈര്യം നാം നൽകിയിട്ടില്ലായിരുന്നുവെങ്കിൽ അവരുടെ ഈ സോപ്പിങ്ങില് ലഖദ് കിത്ത തർക്കനു ഇലൈഹിം ഷൈഅൻ ഖലീല, അവരിലേക്ക് സ്വൽപ്പമെങ്കിലും ചാഞ്ഞു പോകുമായിരുന്നു പ്രവാചകൻ. അങ്ങനെ ചെയ്താലോ ഇതല്ല അദഖ്നാക ളിഫൽ ഹയാതി വളിഫൽ മമാത് സുമ്മ ലാ തജിദു ലക അലൈനാ നസീറാ. അങ്ങനെ ചെയ്യുന്ന പക്ഷം ജീവിതത്തിന്റെയും മരണത്തിലും ഇരട്ടി ശിക്ഷ ദുനിയാവിലും ആഖിറത്തിലും പ്രവാചകരെ അങ്ങയെ കാത്തു നിൽപ്പുണ്ട്. ശക്തമായ വാണി, മുന്നറിയിപ്പ്. ثم لا تجد لك علينا نصيرا. ഒരിക്കലും പ്രവാചകന് പിന്നെ ഒരു സഹായിയെ ലഭിക്കുകയില്ല. ഇതന്നെയാണ് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന സൂറത്തുൽ കാഫിറൂൻ അവതരിക്കപ്പെടാനുള്ള പശ്ചാത്തലവും. ഈ രൂപത്തിൽ സോപ്പിടാൻ വന്നപ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകനോട് ആ തൗഹീദിൽ വെള്ളം ചേർക്കാൻ നിൽക്കണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹില് ഒരു കലർപ്പ് വേണ്ട, ഒരു മുഖ്ലിസും മുഅ്മിനും അതിന് സാധ്യമല്ല. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅബുദു മാ തഅബുദൂൻ വലാ അൻതും അഅബിദൂന മാ അഅബുദു വലാ അന അഅബിദു മാ അബദ്തും വലാ അൻതും അഅബിദൂന മാ അഅബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. ഇബ്രാഹിം മഖാമിന് പിന്നിൽ നിന്ന് വിശ്വാസികൾ നമസ്കരിക്കുമ്പോഴും വിത്ർ നമസ്കാരത്തിലും ഫജ്റിന്റെ സുന്നത്ത് നമസ്കാരത്തിലുമൊക്കെ പല നിലക്കും ഓതൽ സുന്നത്തായി അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച രണ്ട് സൂറത്ത്, സൂറത്തുൽ കാഫിറൂനും സൂറത്തുൽ ഇഖ്ലാസും. പ്രവാചകൻ പറഞ്ഞു, സൂറത്തുൽ കാഫിറൂൻ വിശുദ്ധ ഖുർആനിന്റെ 4/1, സൂറത്തുൽ ഇഖ്ലാസോ വിശുദ്ധ ഖുർആനിന്റെ 3/1. 4/1 ഓതിയ കൂലിയാണ് സൂറത്തുൽ കാഫിറൂൻ. 3/1 പാരായണം ചെയ്ത അത്രയധികം പ്രാധാന്യമുണ്ട് സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹ്. എന്താ? രണ്ടും തൗഹീദിന്റെ അടിയുറച്ച അധ്യാപനങ്ങളാണ്. അതിന് കടുകിട ഇളകാൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ്. അത് പ്രഖ്യാപിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പടുത്തുയർത്തിയ ഒരു കല്ലാണ് അവിടെ ഉള്ളത്, മഖാമ് ഇബ്രാഹിം. അവിടെ ആ കല്ലാണ് മഖാമ് ഇബ്രാഹിം എന്നും, അതല്ല ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ തൗഹീദിന്റെ വിളംബരവും അതിന്റെ സുസ്ഥാപനവും ലക്ഷ്യം വെച്ചുകൊണ്ട് നിർമ്മിച്ച വിശുദ്ധ കഅബാലയവും ബന്ധപ്പെട്ട സ്ഥലങ്ങളുമൊക്കെ മഖാമു ഇബ്രാഹിമിന്റെ വിശാലമായ വൃത്തത്തിൽ പെടുമെന്നും പറഞ്ഞ മുഫസ്സിറുകളുണ്ട്. ഏതായിരുന്നാലും ആ ഒരു പ്രഖ്യാപനം നടത്തിയ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ധീരവും ശൂരവും വീരവുമായ സ്മരണകൾ ഉറങ്ങിക്കിടക്കുന്ന ആ പ്രദേശത്ത് വെച്ച് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊരു തൗഹീദാണോ പ്രഖ്യാപിച്ചത് അതേ ആശയം ഉൾക്കൊള്ളുന്ന ആ തൗഹീദിന്റെ സൂറകൾ പാരായണം ചെയ്തുകൊണ്ടാണ് വിശ്വാസി അവിടെ വെച്ച് ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത്.
അതൊക്കെ വിശ്വാസിയെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഒരിക്കലും ഈ വിശ്വാസത്തിൻ്റെ വൃത്തത്തിൽ നിന്ന് വിട്ടുപോകാൻ ഞാൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതർത്ഥത്തിലും പ്രവാചക പുങ്കവനിലൂടെ നമുക്ക് പകർന്നു തന്ന ഈ തൗഹീദിൻ്റെ അധ്യാപനങ്ങൾ, ആദർശനിഷ്ഠയുടെ അധ്യാപനങ്ങൾ, ചാഞ്ചല്യമില്ലാത്ത വിശ്വാസദാർഢ്യത ജീവിതത്തിൽ പകർത്തേണ്ടതിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിശ്വാസികൾ എന്ന നിലക്ക് നാം ശ്രദ്ധിക്കുക. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾ മാനിച്ച് തഖ്വയോടെ ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് വിശ്വാസികളെന്ന നിലക്ക് എന്നോടും നിങ്ങളോടും ഞാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയും തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നു. പരിശുദ്ധമായ ദുൽഹജ്ജ് മാസത്തിന് പരിസമാപ്തി കുറിക്കുകയും മുഹറം മാസത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യുകയാണ്. പരിപാവനമായ മാസങ്ങളായി അള്ളാഹു എണ്ണിയ മാസങ്ങളിൽ ഒന്നാണ് മുഹറം മാസം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള സംഭവ വികാസങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസം. ആ മാസത്തിലെ 9-10 ദിനങ്ങൾ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് വളരെ പവിത്രമായി പ്രതിഫലാർഹമായ പ്രവർത്തനമായി അള്ളാഹുവിൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്കറിയാവുന്ന സംഗതികളാണ്. പക്ഷേ ഈ മാസത്തിൻ്റെ പവിത്രതയ്ക്ക് കളങ്കം വരുത്തുന്ന രൂപത്തിൽ ഈ പവിത്രമായ ദിനങ്ങൾ തന്നെ അഭിശബ്ദ ദിനങ്ങളായി ഗണിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ വിശ്വാസികളുടെ കൂട്ടത്തിലുണ്ട്. ഒരുപാട് വിഷയങ്ങളിൽ എന്ന പോലെ ജൂതന്മാരിൽ നിന്നും ഷിയാക്കളിൽ നിന്നും കിട്ടിയ ചില ബാക്കി പത്രങ്ങളാണ് ഇത്തരം അഭിശബ്ദ ദിനങ്ങൾ എന്ന സങ്കല്പം. അല്ലാഹുവോ റസൂലോ അത്തരത്തിലുള്ള നഹ്സ് പഠിപ്പിച്ചിട്ടില്ല. എല്ലാ ദിവസവും നല്ല ഇസാൻ തന്നെ. നഹ്സാണെങ്കിൽ ഒരാൾക്ക് ഹൈറ് വരുന്നു, അന്ന് തന്നെ അതേ സമയത്ത് അപ്പുറത്ത് വേറൊരാൾക്ക് ഷെറ് വരുന്നു, അപ്പോൾ ദിവസത്തിനല്ല കുഴപ്പം. ഖലാവുലും ഖദറിലും വിശ്വസിക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹൈറും ഷെറും പടച്ചോൻ കണക്കാക്കിയിട്ടുണ്ട്. ആ ഷെറിൽ നിന്ന് രക്ഷ തേടാനും ഹൈറ് കിട്ടാനും റബ്ബിനോട് പ്രാർത്ഥിക്കുക എന്നല്ലാതെ ദിവസത്തെയോ കാലത്തെയോ കുറ്റം പറഞ്ഞിട്ട് യാതൊരു രക്ഷയില്ല, യാതൊരു പ്രയോജനവുമില്ല. ആദ് സമുദായത്തെ നശിപ്പിച്ച ചരിത്രം പറഞ്ഞപ്പോൾ അയ്യാമിൻ നഹ്സിൻ എന്നൊരു പ്രയോഗം ഖുർആനിൽ നടത്തിയിട്ടുണ്ട്. ആജാനബാഹുക്കളും ശക്തരുമായിരുന്നു അവര്. ദുനിയാവിലെ ഏറ്റവും വലിയ ശക്തരാണ് തങ്ങളെന്ന ദുരഭിമാനം അവർക്കുണ്ടായിരുന്നു. മലകൾ തുരന്ന്, പാറകൾ വെട്ടി തുരന്ന് കൊട്ടാരം കണക്കെ സമാനമായ നിർമ്മാണങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രവാചകനോടുള്ള ധിക്കാരവും അള്ളാഹുവിനോടുള്ള അനുസരണക്കേടും മൂത്തപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കാൻ തീരുമാനിച്ചു. ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന, രാവും പകലും നീണ്ടു നിൽക്കുന്ന ശക്തിയേറിയ തണുത്ത കാറ്റാണ് ആദ്യം അവരെ പിടികൂടിയത്.
തങ്ങൾ തന്നെയാണ് ഇവിടുത്തെ കൊലകൊമ്പന്മാർ എന്ന് ദുരഭിമാനം നടിച്ചിരുന്ന ആൾക്കാർ, നെഞ്ഞ് നിവർത്തി നടന്നിരുന്നവരൊക്കെ എന്തായി, ഈ കാറ്റിങ്ങനെ കൊണ്ടപ്പോൾ വല്ലാതൊന്നും ഇങ്ങനെ ചുരുങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒക്കെ കൂടെ ഉണ്ടല്ലോ, പിന്നെ ഒരു വിറയലും ചെറുതാകലും ഒക്കെ കൂടെ, അതൊക്കെ കൂടെ വന്നിട്ട് ഒരിങ്ങനെ ചുരുണ്ട് കൂടാൻ തുടങ്ങി. ആചാരബാഹുക്കളായ ആൾക്കാരൊക്കെ കൂടെ ഈ കാറ്റിൽ അവർ നിലം ഭരിച്ചു. കഅന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ. വലിയ പടുകൂറ്റൻ ഈത്തപ്പനത്തടികൾ നിലത്ത് അമ്പിയ പോലെയായിരുന്നു ഈ മനുഷ്യന്മാരിങ്ങനെ വീണ് കിടക്കണ കാഴ്ച കണ്ടാൽ. അത്ര വലിയ ജന്തുക്കളായിരുന്നവർ. അത്രയേ ഉള്ളൂ അള്ള വിചാരിച്ചാൽ. അവരെ സംബന്ധിച്ചിടത്തോളാണ് അത് അയ്യാമുൻ നഹസ്. അതേ സമയത്ത് പ്രവാചകന്മാരോടും വിശ്വാസികളോടും രക്ഷപ്പെടാൻ പറഞ്ഞു. അവർ രക്ഷപ്പെട്ടു. അവർക്ക് നല്ല ഇസായിരുന്നു. ഫറോവയും കിങ്കരന്മാരെയും ചെങ്കടലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിശബ്ദ ദിനം എന്ന് വിശേഷിപ്പിക്കാം. പക്ഷേ വിശ്വാസികൾക്കത് വലിയ രക്ഷയായിരുന്നു. അതുകൊണ്ട് ആ ദിവസത്തിൽ സസന്തോഷം നോമ്പനുഷ്ഠിക്കാൻ മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം തയ്യാറായി. ആ ചരിത്രം കേട്ടപ്പോഴും പഠിച്ചപ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅന അഹഖു ബിമൂസാ മിൻകും. അങ്ങനെയാണെങ്കിൽ നിങ്ങളെക്കാളും മൂസാ നബിയോട് വലിയ കടപ്പാടും ബാധ്യതയുള്ള ആൾ ഞാനാണല്ലോ. ഞാനും ഒരു പ്രവാചക കണ്ണിയിലെ അംഗമാണല്ലോ. ഞാനും നോൽക്കുന്നറിഞ്ഞ്. അങ്ങനെയാണ് പ്രവാചകൻ ആ നോമ്പ് നോൽക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇത്തരം അധ്യാപനങ്ങളെയൊക്കെ തകിടം മറിക്കുന്ന രൂപത്തിലാണ് ഇത് നഹ്സിന്റെ ദിവസങ്ങളായി ഗണിക്കപ്പെട്ടത്. അത് ജൂതന്മാരിൽ നിന്ന് കിട്ടിയ അധ്യാപനമാണ്. പിന്നെ ഷിയാക്കളാണത് ഏറ്റുപിടിച്ചത്. കാരണം ഹുസൈൻ റളിയല്ലാഹു അൻഹു കർബലയിൽ കൊല്ലപ്പെട്ടത് ഇതുപോലൊരു ദിനത്തിലാണ്. അതുകൊണ്ട് അത് അഭിശപ്ത ദിനമായി ആചരിക്കാൻ അവർ തീരുമാനിച്ചു. കുണ്ടോട്ടി ഷെയ്ഖ് 1800കളിൽ കുണ്ടോട്ടിയിൽ വന്നതിന് ശേഷം, അദ്ദേഹം ഷാ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹം 1-ാം നമ്പർ ഷിയ ആയിരുന്നു. അതുവരെ പിന്നെ പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെയും മറ്റും ആ ഒരു കാഴ്ചപ്പാടിലാണ് ഇവിടുത്തെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ആളുകൾ നീങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ കുണ്ടോട്ടി ഷെയ്ഖ് വന്നപ്പോൾ ഷെയ്ഖിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യൽ, കറുപ്പ് ചവക്കൽ, അങ്ങനെയുള്ള ഒരുപാട് ആ ഷിയ ആചാരങ്ങൾ ഉടുക്കൊണ്ടുവന്നു. അതിനെ കുണ്ടോട്ടി പൊന്നാനി ഉള്ള പണ്ഡിതന്മാർ നഖശികാന്തം എതിർത്തു. അങ്ങനെ അന്ന് ഈ 2 ശൈഖന്മാരെയും പേരിൽ വലിയ കച്ചറ അരങ്ങേറുന്ന ഒരു കാലഘട്ടമായിരുന്നു. പല കാര്യത്തിലും അടിപിടികൾ ഉണ്ടായിട്ടുണ്ട്. കല്യാണത്തിന് പുതിയാപ്പളുടെ ഒപ്പം പോകുമ്പോൾ കയ്യ് കൊട്ടണോ കൊട്ടണ്ടേ എന്നുള്ളിൽ അവസാനം കൊട്ടിയത് മറ്റോൻ്റെ പുറത്താണ്. എന്നുവെച്ചാൽ അടിപിടി ഉണ്ടായി ആ വിഷയത്തിൽ നടത്താം. അങ്ങനെ പലതരത്തിലുള്ള തർക്കങ്ങൾ ഇവിടെ നിലവിലുണ്ടായിരുന്നു. കുണ്ടോട്ടി ഷെയ്ഖിനാകട്ടെ നല്ല സ്വാധീനവും ഉണ്ടായിരുന്നു. അന്ന് ടിപ്പു സുൽത്താൻ്റെ പടയോട്ടക്കാലത്ത് അദ്ദേഹം പിന്നെ കുണ്ടോട്ടി ഷെയ്ഖിനെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം ഉറങ്ങിയിട്ടില്ല. നിങ്ങളെന്തേ ഉറങ്ങാതെന്നു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ നിങ്ങളുടെ ഈ പടയോട്ടത്തിൽ നിങ്ങൾക്ക് വിജയം വരിക്കാനും ബ്രിട്ടീഷുകാർക്കെതിരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയെന്നാണ്. വളരെ സന്തുഷ്ടനായ ടിപ്പു സുൽത്താൻ 600 ഏക്കർ സ്ഥലം അദ്ദേഹത്തിന് അപ്പം തന്നെ കുണ്ടോട്ടിയുടെ പരിസരത്ത് കൊടുത്തു എന്നാണ് ചരിത്രം. ഇരിക്കട്ടെ, ചുരുക്കി പറഞ്ഞാൽ പിന്നീട് ആ ഒരു ഷിയാ സ്വാധീനം മുസ്ലിങ്ങളിൽ വല്ലാതുണ്ടായി. വിശ്വാസത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും ഒക്കെ അതിൽപ്പെട്ട ഒന്നാണ് ഇത്. ഷാഫിഈ മദ്ഹബിലെ അഗ്രഗണ്യനായ പണ്ഡിതനായ ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഫതാവൽ ഹദീസിയയിൽ പ്രത്യേകം പറഞ്ഞു, അന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ് ലാ മിൻ ഹുദൽ മുസ്ലിമീനൽ മുതവക്കിലീൻ അലാ ഖാലിഖിഹിം വബാരിഇഹിം. എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബിനെ ഭരമേൽപ്പിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ മാർഗമല്ല ഈ നഹ്സ് എന്ന വിശ്വാസം. അത് അന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, അത് ജൂതന്മാരെ വിശ്വാസമാണ്.
പക്ഷേ അവിടെ ശാഫി മദ്ഹബിലെ അഗ്രഗണ്യനായ ഈ പണ്ഡിതനെ മനുഷ്യന്മാർ തള്ളുന്നു. നല്ലൊരു ശതമാനം ആൾക്കാർ, ശതമാനം എത്രയെന്ന് പറഞ്ഞു വരുമ്പോൾ 75എന്നോ 85എന്നോ 90എന്നോ എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. അതൊക്കെ അത്രയും ആളുകൾ ഈ മുഹറം 1 മുതൽ 10 വരെ നഹ്സായി ഗണിക്കുന്നവരാ. ഇപ്പം എന്തെങ്കിലുമൊക്കെ കല്യാണം നടത്തുന്നവർക്ക് നടത്താം. കാരണം എന്താ വെച്ചാൽ ഓഡിറ്റോറിയം ഒഴിവാകും, പന്തലേക്ക് ഒഴിവായിരിക്കും, ഇറച്ചിക്ക് വില ചിലപ്പോൾ കുറഞ്ഞു എന്ന് വരും. കാരണം വളരെ ന്യൂനപക്ഷം വരുന്ന ആളുകൾ മാത്രമേ നഹ്സില്ല എന്ന് വിശ്വസിക്കുന്നവരും ഈ സമയത്ത് കല്യാണവും സൽക്കാരവും മറ്റുമൊക്കെ വെക്കുന്നവരുണ്ടാവുള്ളൂ. ഇതാണ് സമൂഹത്തിൻ്റെ ഒരു ദുസ്ഥിതി. ശരിയായ സുന്നത്ത് ഉൾക്കൊള്ളാനും അതിൽ നിന്ന് പാഠം പഠിക്കാനും നാം തയ്യാറാവുക. മുഹറം മാസത്തിൻ്റെ പവിത്രത എങ്ങനെയാണോ പ്രവാചകനും അനുചരന്മാരും നമ്മെ പഠിപ്പിച്ചത് അതുപോലെ ഉൾക്കൊള്ളാൻ നാം തയ്യാറാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സദുദ്ദേശങ്ങളെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പൂർത്തീകരിച്ചു തരുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഗഫൂറും റഹീമുമായ തമ്പുരാൻ നമുക്കേവർക്കും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്നും രോഗികളായി കിടക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരീ സഹോദരങ്ങൾ, ഉറ്റവർ, ഉടയവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുകയും അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അവരെയും നമ്മയും ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാകട്ടെ. പാവപ്പെട്ട ഫലസ്തീനികൾക്ക് എല്ലാ അർത്ഥത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസവും വിജയവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്നും കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ആ കഷ്ടപ്പാട് ദൂരീകരിച്ചു കൊടുക്കുകയും അവരിൽ നിന്നും മരണപ്പെട്ടു പോയ നിരപരാധികളായ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ രക്തസാക്ഷിത്വത്തിൻ്റെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും അവരെയും നമ്മയുമൊക്കെ അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് യാ മുജീബദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين.